കുറച്ചു സമയം എല്ലാവരുമായി സംസാരിച്ചതിനു ശേഷം ലക്ഷ്മി മുറിയിലേക്ക് പോകാനായി എഴുന്നേറ്റതും കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. അവൾ നിലത്തേക്ക് വീണുപോയി. "അയ്യോ മോളെ, അശോകേട്ടാ!" ശ്യാമള ഉറക്കെ കരഞ്ഞു. വേഗം തന്നെ അശോകനും ശ്യാമളയും കൂടി അവളെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. "പേടിക്കാനൊന്നുമില്ല, ഷീസ് പ്രഗ്നന്റ്," ഒരു ചെറിയ പുഞ്ചിരിയോടെ ഡോക്ടർ മിത്ര ശ്യാമളയോട് പറഞ്ഞു. അശോകനും ശ്യാമളയും പരസ്പരം നോക്കി. അവരുടെ ചുണ്ടിലും ഒരു മന്ദഹാസം വിരിഞ്ഞു. "മോളെ, ക്ഷീണം മാറിയോ?" ശ്യാമള മകൾക്കരികിലേക്ക് വന്നു. "കുഴപ്പമൊന്നുമില്ലമ്മേ." അവർ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. "അമ്മ ഒന്ന് വിളിച്ചു പറയുമോ അവിടുത്തെ അമ്മയോട്?" കാറിലേക്ക് കയറാൻ പോകവേ മകൾ പറഞ്ഞു. ശ്യാമള അപ്പോൾ തന്നെ ഫോൺ എടുത്ത് സുമിത്രയെ വിളിച്ചു. "ഹലോ ചേച്ചി, ഞാൻ ശ്യാമളയാണ്." "ആ ശ്യാമളെ, ഞാൻ അടുക്കളയിലായിരുന്നു. മോൾക്ക് എങ്ങനെയുണ്ട്? മരുന്ന് മേടിച്ചോ? ഡോക്ടർ എന്തു പറഞ്ഞു?" ഒറ്റ ശ്വാസത്തിലായിരുന്നു സുമിത്ര ഇത്രയും കാര്യങ്ങൾ അവരോട് ചോദിച്ചത്. "മോൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു സന്തോഷ വർത്തമാനം പറയാൻ വിളിച്ചതാണ് ഞാൻ. അവൾക്ക് വിശേഷമുണ്ട് കേട്ടോ. 1 മാസമായിരിക്കുന്നു." "ഈശ്വരാ, സത്യമാണോ? എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?" "വീണേ, ഉണ്ണിമോളെ," അവർ വിളിക്കുന്നത് ശ്യാമള ഫോണിൽ കൂടി കേട്ടു. "ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ചേച്ചി, അവളുടെ കയ്യിൽ കൊടുക്കാം." "ഹലോ അമ്മേ." "മോളെ, നിന്നെ കാണാൻ തിടുക്കമായി. വൈശാഖൻ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്." "അതേയോ? ഞാൻ വരാം അമ്മേ." കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അച്ഛനോടും അമ്മയോടുമൊപ്പം അവൾ കാറിൽ കയറി. പതിയെ അവൾ തൻ്റെ വലതുകരം അവളുടെ അടിവയറ്റിലേക്ക് ചേർത്ത് വെച്ചു. താനൊരു അമ്മയാകാൻ പോകുന്നു. ഒരു കുരുന്നു ജീവൻ തന്നിൽ മൊട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതോർത്തപ്പോൾ അവളിൽ ഒരു കോരിത്തരിപ്പുണ്ടായി. തൻ്റെ വൈശാഖേട്ടനെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു അവൾക്ക് അപ്പോൾ. ആ സമയം വൈശാഖൻ ഹോസ്പിറ്റലിലായിരുന്നു. ദീപ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞിരിക്കുകയാണ് വൈശാഖൻ. "ഞങ്ങളുടെ ലക്ഷ്മി ഒരു പഞ്ചപാവമാണ്. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ശരിക്കും ഞാൻ പറഞ്ഞിട്ടാണ് അവൾ വൈശാഖനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്." ദീപ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. "ഇന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഏട്ടനോട് ഈ കാര്യം പറഞ്ഞില്ല. ഏട്ടൻ്റെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായെന്ന്." വൈശാഖന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. കുറ്റബോധത്താൽ അവൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. "എന്നോടവൾ എപ്പോഴും പറയും വൈശാഖേട്ടനെ ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന്. അതുപോലെ വൈശാഖൻ്റെ അമ്മ, അച്ഛൻ, സഹോദരിമാർ. എൻ്റെ ലക്ഷ്മി ഭാഗ്യമുള്ള കുട്ടിയാണ്." ദീപയുടെ ശബ്ദം ഇടറി. "ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട. ലക്ഷ്മി കാര്യങ്ങൾ പറയാതെ ഇരുന്നപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്." വല്ല വിധേനയും അവൻ പറഞ്ഞൊപ്പിച്ചു. കുറച്ചു സമയം കൂടി അവർ രണ്ടാളും സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞതും അവൻ പോകാൻ എഴുന്നേറ്റു. അപ്പോഴാണ് രാജീവിൻ്റെ അമ്മ അവിടേക്ക് കയറി വന്നത്. അവരോട് 1-2 വാക്കുകൾ സംസാരിച്ചതിനു ശേഷം അവൻ മുറിവിട്ട് ഇറങ്ങി. വൈശാഖൻ പോയി കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് അമ്മയുടെ കോൾ ദീപയ്ക്ക് വന്നത്. ലക്ഷ്മിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞതും അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ലക്ഷ്മി 2-3 തവണ വൈശാഖൻ്റെ ഫോണിൽ വിളിച്ചു. പക്ഷേ വീണയാണ് ഫോൺ എടുത്തത്. "ഹലോ ഏട്ടത്തി." "ഏട്ടൻ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്." "ഏട്ടത്തി ഇന്ന് വരില്ലേ?" ഉണ്ണിമോൾ വന്ന് ഫോൺ മേടിച്ചു. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് എത്താം." "ഫോൺ വെച്ചോടി" എന്ന് ചോദിച്ചുകൊണ്ട് സുമിത്ര അവിടേക്ക് വന്നു. "ഏട്ടത്തി, 1 മിനിറ്റ്, അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ." വീണ ഫോൺ സുമിത്രയ്ക്ക് കൈമാറി. "മോളെ, ആ തലവേദനയുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞത്?" "അത് കുഴപ്പമില്ലമ്മേ, ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു." "ആണോ? സമാധാനമായി." "ആ മോളെ, പിന്നെ ഒരു കാര്യം, മോൾ സ്റ്റെപ്പൊന്നും കയറല്ലേ. കടിഞ്ഞൂലാണ്. തന്നെയുമല്ല തുടക്കമല്ലേ." സുമിത്ര പരവശയായി. "ഇല്ലമ്മേ, ഞാൻ മുകളിലോട്ടൊന്നും പോയില്ല. സൂക്ഷിച്ചോളാം." "അവൻ്റെ കൂടെ ഇങ്ങ് പോരണം കേട്ടോ." "അയ്യോ, അവൻ ബൈക്കിലല്ലേ പോന്നത്, അതിൽ കയറല്ലേ." "ഈ അമ്മയുടെ ഒരു അങ്കലാപ്പ്. ഏട്ടത്തിയെ കൂടെ പേടിപ്പിക്കല്ലേ." വീണ അമ്മയെ വഴക്കു പറഞ്ഞു. "അമ്മേ, ഞാൻ വന്നോളാം. അച്ഛൻ്റെ കാറിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ." "അത് മതി മോളെ." സുമിത്ര ഫോൺ കട്ട് ചെയ്തു. "അച്ഛൻ ഇതുവരെ വന്നില്ലാലോ." ഉണ്ണിമോൾ പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. "ഓ, അച്ഛൻ വരുമ്പോൾ ആദ്യം ഈ വാർത്ത പറയാനിരിക്കുന്നതാണവൾ." വീണ ചിറികോട്ടി. "ആണെങ്കിൽ ചേച്ചിക്കെന്താ? ഞാൻ അതിന് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിക്കോ. സന്ധ്യവിളക്ക് കൊളുത്താറായി." സുമിത്ര ദേഷ്യപ്പെട്ടപ്പോൾ അവർ രണ്ടാളും നിർത്തി. "ദേ, അച്ഛൻ വരുന്നു" എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ ഓടി. "എന്താ? എന്തു പറ്റി?" അവൾ ഓടി വരുന്നത് കണ്ടുകൊണ്ട് അയാൾ കൈക്കോട്ട് താഴെയിട്ടു. "അച്ഛാ, വൈശാഖേട്ടൻ അച്ഛനാകാൻ പോകുന്നു. ഇപ്പോൾ ഏട്ടത്തിയുടെ അമ്മ വിളിച്ചു പറഞ്ഞതാ." ശേഖരൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. "നേരാണോ സുമിത്രേ?"
അയാൾ വാതുക്കൽ വച്ചിരുന്ന ഓട്ടുമൊന്തയിൽ നിന്ന് വെള്ളമെടുത്ത് കാൽ കഴുകി ഉമ്മറത്തേക്ക് കയറി. സത്യമാണ്, ലക്ഷ്മി മോളുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞതേയുള്ളൂ. ആണോ? എൻ്റെ ഇടത് കണ്ണ് തുടിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്താ ഇത്രയ്ക്ക് സന്തോഷം കേൾക്കാനുള്ളതെന്ന്. എന്നാലും എൻ്റെ ഉണ്ണിക്കണ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മയാണെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് തൃക്കൈ വെണ്ണ നിവേദ്യമാണ് നേർന്നത്. പിന്നെ എങ്ങനെയാണ് അച്ഛാ? അതിനെന്താടി, ഒരു ഉണ്ണിക്കണ്ണൻ ഇവിടെയും വരും, നീ കണ്ടോ. ഒരു കണ്ണനുണ്ട്, ഇനി ഒരു രാധ മതി, അല്ലേ ചേച്ചി? അതെ അതെ, ഒരു പെൺകുഞ്ഞായാൽ മതിയായിരുന്നു. ഏട്ടനും പെൺപിള്ളേരെയാണ് താല്പര്യം. വീണ അത് ശരിവെച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരൻ എന്താണോ തരുന്നത് അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക. ശേഖരൻ പറഞ്ഞപ്പോൾ മൂവരും പിന്നെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അമ്പലമുറ്റത്ത് ആൽത്തറയിൽ വൈശാഖൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി കാണും. ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണമെന്നോർത്തിരുന്നതാ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തോമാച്ചേട്ടനെ കണ്ട്. പിന്നെ പുള്ളിക്കാരനുമായിട്ടാണ് അവൻ പോകുന്നത്. അവളെ തെറ്റിദ്ധരിച്ചതിൽ വൈശാഖന് ഒരുപാട് വിഷമം തോന്നി. ഏത് നശിച്ച നിമിഷത്തിലാണോ തനിക്ക് അങ്ങനെ തോന്നിയത്? അവളോട് 1000 മാപ്പ് പറയണമെന്ന് അവൻ ഓർത്തു. ആ, ഒരു ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കട്ടെ. നാളെ കാലത്തെ പോയി കൊണ്ടുവരാം. സമയം 7 മണിയായിരിക്കുന്നു. അവൻ ബൈക്കിൽ കയറി. ഏട്ടാ, ഏട്ടത്തി എവിടെ? മുറ്റത്ത് വൈശാഖിൻ്റെ ബൈക്ക് വന്ന് നിന്നതേ ഉണ്ണിമോൾ ഓടിച്ചെന്നു. ഞാൻ ഏട്ടത്തിയെ കൊണ്ടുവരാൻ പോയതല്ല, വേറൊരാവശ്യത്തിന് പോയതാണ്, അവൻ ഉദാസീനനായി പറഞ്ഞു. ദൈവമേ, നീ ലക്ഷ്മി മോളെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? കഷ്ടമായി പോയല്ലോ. സുമിത്രയ്ക്ക് ദേഷ്യം വന്നു. നാളെ കൊണ്ടുവരാം അമ്മേ, ഇന്ന് ഒരു ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. അവൻ ചെരുപ്പ് വെളിയിൽ ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറി. ഏട്ടാ, ചിലവെപ്പോഴാ? വീണ അവൻ്റെ അരികിലേക്ക് വന്നു. ചിലവോ? എന്തിൻ്റെ? വൈശാഖൻ്റെ നെറ്റി ചുളിഞ്ഞു. പറഞ്ഞ പോലെ ഏട്ടൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടല്ലേ പോയത്? ഉണ്ണിമോൾ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഉണ്ണിമോളെ, നിങ്ങൾ ആരും ഒന്നും മിണ്ടണ്ട. വൈശാഖ, നീ പോയി ഫോൺ എടുത്ത് ലക്ഷ്മി മോളെ വിളിക്ക്. ശേഖരൻ്റെ ശബ്ദം പിന്നിൽ നിന്നും കേട്ടു. അതെ, അതാണ് ശരി. നീ പോയി മോളുടെ ഫോണിൽ ഒന്ന് വിളിക്ക്. സുമിത്രയും അത് ശരിവെച്ചു. ലക്ഷ്മി നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു കാണും. അതാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അവൻ മുറിയിൽ ചെന്ന് തൻ്റെ ഫോൺ എടുത്തു. ലക്ഷ്മി 3-4 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോൾ ഹിസ്റ്ററി നോക്കിയപ്പോൾ അവൾ കാര്യമായിട്ട് സംസാരിച്ചതായും അവൻ കണ്ടു. അവൻ ഫോണുമായിട്ട് കട്ടിലേക്ക് വന്നു കിടന്നു. അവളെ അങ്ങോട്ട് വിളിക്കാൻ അവന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് അവൻ്റെ ഫോൺ ചിലച്ചു. ലക്ഷ്മി കോളിംഗ്. ആദ്യം ഒന്ന് അമ്പരന്നുവെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ലക്ഷ്മി. അവൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. ഹലോ ഏട്ടാ, ഏട്ടൻ വീട്ടിൽ വന്നോ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ലക്ഷ്മി, എന്നോട് ആം സോറി. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് പോലും. അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ഏട്ടാ, അതൊന്നും സാരമില്ല. ഏട്ടൻ എന്താ ഇന്ന് വരാതിരുന്നത്? ഞാൻ ദീപേച്ചിയെ കാണാൻ പോയിരുന്നു. വന്നപ്പോൾ ലേറ്റായി. ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഒക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. തലവേദന എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോയോ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഏട്ടൻ അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ലക്ഷ്മി ഓർത്തു. ലക്ഷ്മി, ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ വീണ്ടും ചോദിച്ചു. കുഴപ്പമില്ല ഏട്ടാ. അമ്മയൊന്നും പറഞ്ഞില്ലേ? അമ്മയോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ലക്ഷ്മി കാര്യം? ഏട്ടാ, അതൊന്നുമില്ല ഏട്ടാ, ഞാൻ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. അമ്മയാണെങ്കിൽ തന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ലക്ഷ്മിയെ വിളിക്കാനാണ് തന്നോട് അച്ഛൻ പറഞ്ഞത്. ഏട്ടാ, ചിലവുണ്ടെന്ന് വീണ പറഞ്ഞത് എന്തിനാണ്? വൈശാഖൻ വേഗം തന്നെ ലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചു. പക്ഷേ അവൾ അത് റിജക്റ്റ് ചെയ്തു. പെട്ടെന്ന് അവൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. നോക്കിയപ്പോൾ ലക്ഷ്മിയുടെ മെസ്സേജാണ്. ഒരു ഇമേജ് ആയിരുന്നു വന്നത്. അവനത് ഓപ്പൺ ചെയ്തു നോക്കി. വൈശാഖൻ്റെ ശരീരത്തിൽ ഒരു കോരിത്തരിപ്പാണ് ഉണ്ടായത്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാലുകളായിരുന്നു ആ ചിത്രത്തിൽ. അവൻ വേഗം ലക്ഷ്മിയെ വിളിച്ചു. ഹലോ ഏട്ടാ. ലക്ഷ്മി, നീ വീഡിയോ കോളിൽ വന്നേ. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ലക്ഷ്മിയുടെ നാണത്താൽ കുതിർന്ന മുഖം കണ്ടപ്പോഴാണ് അവന് സമാധാനമായത്. ലക്ഷ്മി, ഏറ്റവും അറിയേണ്ട ആളാണോ അവസാനം ഈ കാര്യം അറിഞ്ഞത്? ഏട്ടൻ്റെ ഫോണിൽ ഞാൻ വിളിച്ചായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്കെന്തേലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല ഏട്ടാ, ഒരു കുഴപ്പവുമില്ല. ഞാൻ ഉടനെ വരാം. എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞാലേ സമാധാനം ആകുള്ളൂ. അയ്യോ വേണ്ട ഏട്ടാ, ഇത്രയും നേരമായില്ലേ. നാളെ രാവിലെ വന്നാൽ മതി. പോരാ, എനിക്ക് നിന്നെ കാണാണ്ട് ഉറക്കം വരത്തില്ല ലക്ഷ്മി. നീ ഫോൺ വെച്ചോ, ഞാനിപ്പോൾ വരാം. ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാനെങ്കിലും ഒന്ന് ശ്രമിക്ക്. എന്താ പറയ്. അവൻ അക്ഷമനായി.
നാളെ കാലത്തെ ഏട്ടൻ വന്നാൽ മതി. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോരാം. ദീപേച്ചിയെ കൂടി കയറി കാണണം. തൽക്കാലം ഇന്ന് എൻ്റെ കുട്ടൻ അവിടെ അടങ്ങിക്കിടക്ക്. നിനക്ക് തനിച്ച് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടോ? അതിന് ഞാൻ തനിച്ചല്ലല്ലോ. നമ്മുടെ വാവയില്ലേ കുഞ്ഞുലക്ഷ്മി. അവൾ ചിരിച്ചു. ഓക്കെ, എങ്കിൽ നീ പോയി റെസ്റ്റ് എടുക്ക്. ഞാൻ നാളെ കാലത്തെ വരാം. വൈശാഖൻ ഫോൺ കട്ട് ചെയ്തു. അവളെ ഒന്ന് നേരിൽ കണ്ടാൽ മതി എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. ആ, ഈ ഒരു രാത്രി ഒന്ന് ഇരുണ്ട് വെളുക്കട്ടെ. ഏട്ടാ, ചിലവെപ്പോഴാ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടുവെന്ന് ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ ഈ ഉള്ളവൾക്ക് കഴിയുന്നുണ്ട്. വീണ വാതുക്കൽ വന്ന് എത്തി നോക്കി. വീണേ, നീ മേടിക്കും കേട്ടോ. 2 അടിയുടെ കുറവ് നിനക്ക് കാണുന്നുണ്ട്. ഓ, ആയിക്കോട്ടെ, നമ്മൾ പോയേക്കാവേ. സത്യം പറഞ്ഞാൽ താൻ പ്രതീക്ഷിച്ചിരുന്നുവോ ഈ വാർത്ത? അവൻ കട്ടിലിലേക്ക് വന്നു കിടന്നു. പഠിത്തം കഴിഞ്ഞിട്ടു മതി എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെയും തീരുമാനം. പക്ഷേ ഇടയ്ക്കൊരു നാൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കവേ അവളും ആ ആഗ്രഹം പങ്കുവച്ചു. എന്തായാലും പഠിത്തമൊക്കെ തീരാറായില്ലേ ഏട്ടാ. ഇനി നമ്മൾക്കും ഒരു കുഞ്ഞിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൂടുന്നില്ല കേട്ടോ. നിനക്ക് വലിയ വയറുമായിട്ട് പോയി എക്സാം എഴുതാനാണോ താല്പര്യം? നിന്റെ കൂട്ടുകാരി മെറീന പറഞ്ഞതുപോലെ. ഓ, അപ്പോഴേക്കും അത്രയ്ക്ക് വലിയ വയറൊന്നും ആകില്ല. ഇനി ഒരു 6-7 മാസം കൂടിയല്ലേ ഉള്ളൂ ക്ലാസ് തീരാൻ. അത് വേണോ ലക്ഷ്മി? ഏട്ടാ, ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് തന്നില്ലെങ്കിലോ? അതുകൊണ്ട് ഇനി വൈകിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ തീരുമാനം. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇവിടെ എന്നാണ് ഒരു കുഞ്ഞിനെ കൊഞ്ചിപ്പിക്കുന്നത് എന്ന് അമ്മയാണെങ്കിൽ വിജിയുടെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം പറയും. അതാ ഞാൻ പറഞ്ഞത്. ദീപേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇതുവരെയായിട്ടും ഒരു കുഞ്ഞായിട്ടില്ല. ആദ്യമൊക്കെ രാജീവേട്ടനും ഉടനെ വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ റെഡി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഡിയർ. അവളുടെ കാതിൽ അത് പറയുമ്പോൾ അവൾ ഒരു കള്ളച്ചിരിയോടുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രകമ്പനങ്ങൾ നടക്കുന്നതുപോലെ ഒരു കുഞ്ഞുവാവയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അച്ഛനാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാകുമോ എല്ലാവർക്കും? വൈശാഖൻ ആലോചിച്ചു. ഹോ, ലക്ഷ്മിയെ ഒന്ന് കണ്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ അവനിപ്പോൾ. വല്യേട്ടാ, ഊണ് കഴിക്കാൻ വായോ? ഉണ്ണിമോൾ വിളിച്ചു. അവൻ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവരുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ എന്തോ ഒരു ജാള്യത പോലെ. ഏട്ടാ, ഏട്ടത്തി വിളിച്ചില്ലേ? ഉണ്ണിമോൾ ചോദിച്ചു. വിളിച്ചു. ഏട്ടൻ ഇപ്പോഴാണോ അറിയുന്നത്? എന്നിട്ടോ ഏട്ടാ? എന്നിട്ടെന്ത്? നീ ഇരുന്ന് ഊണ് കഴിക്കാൻ നോക്ക്. സുമിത്ര അവളോട് കയർത്തു. നാളെ കാലത്തെ നീ പോയി ലക്ഷ്മി മോളെ കൂട്ടിക്കൊണ്ടു വരണം കേട്ടോ. ചോറ് വിളമ്പുന്നതിനിടയിൽ സുമിത്ര മകനെ ഓർമ്മിപ്പിച്ചു. പോകാം അമ്മേ. ഇപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡി ആയിട്ടാണ് ഏട്ടൻ്റെ ഇരിപ്പ്. വീണ കളിയാക്കി. നീ മേടിക്കും കേട്ടോ. കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് വൈശാഖൻ. ലക്ഷ്മിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഏത് നശിച്ച നിമിഷത്തിലാണോ. അവളെയാണെങ്കിൽ അടിച്ചും പോയി. എല്ലാം കൂടി ഓർത്തപ്പോൾ അവന് ആകെ നിരാശ തോന്നി. എന്നാലും തൻ്റെ കുഞ്ഞു ലക്ഷ്മി ഇത്രയും പെട്ടെന്ന് തങ്ങളിലേക്ക് വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മഹാദേവ, നീ കാത്തോണേ എൻ്റെ ലക്ഷ്മിയെയും കുഞ്ഞിനെയും. അവൻ കണ്ണുകളടച്ചു. ലക്ഷ്മിയും ഇതേ അവസ്ഥയിലായിരുന്നു. വിരഹവേദന ഇത്രയ്ക്ക് തീവ്രമാണോ? ഏട്ടനെ വിട്ടു പോരേണ്ടിയിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി എന്നായിരുന്നു അവളുടെയും പ്രാർത്ഥന. 2-3 തവണ അവനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചതാണ്. എന്നാലും ഒന്നുകൂടി കാണണമെന്ന് തോന്നി. അല്ലെങ്കിൽ വേണ്ട, ഏട്ടൻ ഉറങ്ങട്ടെ. അങ്ങനെ അവളും മിഴികൾ പൂട്ടി. അപ്പോഴും അവളുടെ വലതുകരം അവളുടെ വയറിന്മേലായിരുന്നു. കാപ്പി കുടിച്ചിട്ട് പോകാം മോനെ. വിശപ്പില്ലമ്മേ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. കാലത്തെ തന്നെ വൈശാഖൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെട്ടു. അവൻ ഇന്നലെ ഉറങ്ങി കാണില്ല. അപ്പോഴാണ് നിന്റെ ഒരു കാപ്പി. ശേഖരൻ ഭാര്യയെ നോക്കി ചിരിച്ചു. ഞാനും ഉറങ്ങിയില്ലെൻ്റെ ശേഖരേട്ടാ. അവളെ കാണാൻ എന്തോ എനിക്കും വല്ലാത്ത ഒരാഗ്രഹം. വരട്ടെ, കാണാലോ. ഭാര്യ കൊടുത്ത ചൂട് കട്ടൻ കാപ്പി അയാൾ ഊതി ഊതി കുടിച്ചു.